ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്നെൻ്റെ ഒരു നൈറ്റ് ഓഫ് ഡേ ആണ്. ഈ വീക്കിലെ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ സാധാരണ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന അതേ ഒരു സമാധാനത്തോടെ ഞാൻ വരുന്നത്. കട്ടിൽ കണ്ട അപ്പോൾ ഫ്ലാറ്റ് ആവുന്ന രീതിയിൽ. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഓഫിൻ്റെ ഡേ കുറച്ച് റൂമൊക്കെ ക്ലീൻ ആക്കി ഞാൻ നെക്സ്റ്റ് വീക്കിലോട്ടുള്ളൊരു ന്യൂ വീക്ക് എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തും റൂമിനകത്ത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഷോർട്ടാക്കിയിടാം. ഇപ്പോൾ അതിട്ട എല്ലാം കൂടെ വലിയൊരു വീഡിയോ ഇപ്പോൾ. അപ്പോൾ ഇതാ വന്നിടത്തിന് ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ട് പോകുന്ന എൻ്റെ മോർണിംഗ് ഡ്രിങ്കും കെറ്റിലും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയിലോട്ട് വെള്ളം ചൂടാക്കി മോർണിംഗ് ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ചപ്പാത്തി മുട്ടയാണ് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ആസ് യൂഷ്വൽ കഴിക്കാറില്ല. രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് മോർണിംഗ് ഡ്രിങ്ക് എടുക്കണം. അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് സാവധാനം ഇരുന്ന് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതാ ഞാൻ പതിയെ ഇങ്ങനെ സാവധാനത്തിരുന്ന് സിപ്പ് ചെയ്തിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു കണ്ണിലെ കൺവെൻഷൻ ഞാൻ വായിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ. ഈ ഇരുത്തത്തിലാണ് കേട്ടോ എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരിക. സത്യം പറഞ്ഞാൽ ഒന്നും കൂടി ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ചിന്തിക്കും. ഞാൻ ഡ്യൂട്ടിയിലെല്ലാം ചെയ്തോ, എന്തൊക്കെ പറയാൻ കാര്യങ്ങളുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ പേഷ്യൻറ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്തോ, എല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ചികിരിത്തുമ്പ് പോലെ തന്നെ മുടി കണ്ടിട്ട് ഞാൻ ബോധം കെട്ടിയിരിക്കുമായിരുന്നു. ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഫുൾ എൻ്റെ മുടിയുടെ അലങ്കോല. ഞാൻ കറക്റ്റായി കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇന്ന് ഞാനൊരു എയർ പാക്കും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടേക്കാം ഷോർട്ടായിട്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉപ്മാവും പഴവും ഒന്നും കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ഈ ഒരു പീരീഡിനുള്ളിൽ ഞാൻ 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം പിന്നെ ഉറങ്ങി വൈകിട്ടല്ലേ എഴുന്നേൽക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ഇതുപോലെ തലേ ദിവസം ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് കണ്ണൊക്കെ എഴുതിയൊന്നും ഒരുങ്ങിയായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഉറങ്ങുന്നതിന് മുന്നേ മേക്കപ്പ് ഇല്ലായിരുന്നു. ഉറങ്ങി എന്നിട്ട് ഇപ്പോൾ മേക്കപ്പ് ഇട്ടു. ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. അങ്ങനെ ഈവനിങ് ആയി. പിന്നെ ഞാൻ ബോഡി വൈസിൻ്റെ ഗമ്മീസ് ഇല്ലേ, അത് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-15 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. 3 മാസമാണ് അവർ ടൈം മാക്സിമം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി വന്നു. പാർലറൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഐബ്രോ ഭയങ്കര കാട് പോലെ വളർന്നിരിക്കുവാണ്. ഇങ്ങനെ വളർന്നാൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പാർലറിൽ വന്ന് ഐബ്രോ ഒക്കെ ചെയ്തു. ഇവിടെ ഫിറ്റ്നസ് സെൻറ്ററും എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ് ആ ഒരു ഈവനിങ്ങിലെ വൈബ്. മാത്രമല്ല ഒരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു. ഫ്ലാറ്റിന് താഴെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ. വല്ലപ്പോഴും അല്ലേ, കാരണം ഫുൾ ടൈം ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കാനൊരു സമയം കിട്ടത്തില്ല. വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്സാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ. പിന്നെ രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയം കഴിഞ്ഞ്. അപ്പോൾ ടിഫിനകത്ത് പാലക് പനീറും ദാലും ഒക്കെ വന്നായിരുന്നു. എനിക്കൊരു മൂഡില്ലായിരുന്നു കഴിക്കാൻ വേണ്ടി. ഞാൻ വെറും ചോറും പിന്നെ ഫ്രിഡ്ജിനകത്തുള്ളൊരു ചിക്കനും വറുത്ത് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു കോൾഡ് കോഫിയും കൂടി ഉണ്ടാക്കി കുടിച്ച് കിടന്നിറങ്ങി. നാളെ രാവിലെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ടാറ്റാ.